നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് ഇവ കൃഷി ചെയ്താൽ ഗുണം ഇരട്ടി. യുദ്ധത്തിൻ്റെ ആഘാതം നമ്മുടെ അടുക്കളയുടെ പ്രവർത്തനം താളം തെറ്റിച്ചപ്പോഴാണ് സംഗതി പാളിയെന്ന് പലരും തിരിച്ചറിയുന്നത്. പാചകവാതക ക്ഷാമം തുടരുകയാണ്. ഗ്യാസ് സിലിണ്ടർ വരുമ്പോഴേക്കും പച്ചക്കറി വിലയും ഉയരും. അന്നം മുട്ടാതിരിക്കാൻ, ആരോഗ്യം സംരക്ഷിക്കാനും കൃഷിയിലേക്ക് മടങ്ങേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചില പച്ചക്കറികൾ: തക്കാളി കൃഷി ചെയ്യാനായി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഇടങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ചട്ടികളിലോ ബാഗുകളിലോ ചാക്കുകളിലോ നമുക്ക് എളുപ്പത്തിൽ തക്കാളി കൃഷി ചെയ്യാവുന്നതാണ്. വെള്ളരിക്ക വേഗത്തിൽ വിളവെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക. ഏകദേശം 45 മുതൽ 50 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിന് തയ്യാറാകും. മികച്ച വിളവ് ലഭിക്കാൻ പതിവായി വെള്ളം നനച്ച് കൊടുക്കണം. വെണ്ടയ്ക്ക ഉയർന്ന താപനിലയ്ക്ക് അനുയോജ്യമായ കൃഷിയാണിത്. 50 മുതൽ 65 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. എല്ലാത്തരം മണ്ണുമായും പൊരുത്തപ്പെടുന്ന ഇവയ്ക്ക് മിതമായ പരിചരണം മതിയാകും. ഇലക്കറികൾ ചീര പോലുള്ള ഇലക്കറികൾ 25 മുതൽ 40 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിന് തയ്യാറാകും. സീസണിൽ ഒന്നിലധികം തവണ ഇവ വളർത്താം. മിതമായ പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ. തണ്ണിമത്തൻ പച്ചക്കറി അല്ലെങ്കിലും വേനൽക്കാലത്ത് ഏറെ ഡിമാൻഡുള്ള തണ്ണിമത്തൻ നമ്മൾക്ക് വീട്ടിൽ തന്നെ വളർത്താം. ഏകദേശം 70 മുതൽ 80 ദിവസത്തിനുള്ളിൽ ഇവ വിളവെടുപ്പിന് പാകമാകും. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിനാവശ്യം. നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ കൃഷി ചെയ്ത് നമുക്ക് നല്ല വരുമാനവും കിട്ടും. നമുക്ക് നല്ല പച്ചക്കറികൾ വീട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.